നമസ്കാരം. ആദംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. അപ്പോൾ ഇന്ന് NAS+2 സോഷ്യോളജിയുടെ എക്സാം ആയിരുന്നു അല്ലെ? നിങ്ങളൊക്കെ നന്നായിട്ട് എഴുതിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മുടെ ആൻസേഴ്സ് ഒക്കെ ശരിയാണോ ഒക്കെ അറിയണ്ടേ? അതുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആൻസേഴ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് നോക്കുക. ഓക്കെ. സെക്ഷൻ A, answer all multiple choice questions. First question, child labor includes children belonging to age group of dash. A 6 to 12 years, B 5 to 14 years, C 4 to 15 years, D 7 to 16 years. ഇങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്. ചൈൽഡ് ലേബറിൽ നമ്മൾ 14 വയസ്സിന് താഴെ എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇവിടെ 15 വയസ്സ് വന്നിട്ടുള്ള ആ ഒരു ഓപ്ഷനും 16 വയസ്സ് വന്നിട്ടുള്ള അതും നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 to 12ഉം അതുപോലെ 5 to 14ഉം ആണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കുറച്ചും കൂടി 14 വയസ്സിന് താഴെ എന്ന് പറയുമ്പം ബി അങ്ങ് എടുത്താൽ മതി, കാരണം അതിൽ 5ഉം കൂടി ഉണ്ടല്ലോ, അതുകൊണ്ട്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇരുള, തോട, ബദക, പളിയൻ ആർ ഫൗണ്ട് ഇൻ ദി ഡാഷ് റീജിയൻ ഓഫ് ഇന്ത്യ. അപ്പം അതിൽ ഓപ്ഷൻസ് കൊടുത്തിരിക്കുന്നത് എ നോർത്ത് ഈസ്റ്റ്, ബി വെസ്റ്റേൺ, സി സൗത്ത്, ഡി ഐലൻഡ് കമ്മ്യൂണിറ്റീസ്. ഇതിൽ ആൻസറായിട്ട് വരുന്നത് സി സൗത്ത് ആണ് കേട്ടോ. സൗത്ത് ആണ് ഇരുള, തോട, ബദക, പളിയനൊക്കെ വരുന്നത്. ഇനി അടുത്ത ചോദ്യം, മൂന്നാമത്തത്, കാസ്റ്റ് സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ എ റിച്വൽ ക്രൈറ്റീരിയൻ വിച്ച് മീൻസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡാഷ്. എ എക്കണോമിക്, ബി റിലീജിയസ് മിത്സ്, സി സോഷ്യൽ, ഡി പൊളിറ്റിക്കൽ. ഏതാണ്? ബി റിലീജിയസ് മിത്സ് ആണ് വരുന്നത്. 4, ദ മെത്തേഡ് ഓഫ് സ്റ്റഡിങ് സോഷ്യൽ ഫിനോമിന ത്രൂ ദി അനാലിസിസ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ കേസ്. ഫോർത്ത് ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാണ് ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത്? എ സർവേ, ബി എക്സ്പെരിമെൻറ്റ്, സി കേസ് സ്റ്റഡി, ഡി ഒബ്സർവേഷൻ. നാലാമത്തത് കേസ് സ്റ്റഡിയാണ് ഉത്തരമായിട്ട് വരേണ്ടത്. അഞ്ചാമത്തെ ചോദ്യം, ദ മണ്ഡൽ കമ്മീഷൻസ് റിപ്പോർട്ട് വാസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ ഇയർ ഡാഷ്. എ 1993, ബി 1992, സി 1999, ഡി 2000. 1992 ആണ് ഉത്തരം വരേണ്ടത്. ഇനി അടുത്തത് ആറാമത്തെ ചോദ്യം, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബ്ലൂ പ്രിൻറ്റ്സ് ഓഫ് ഡാഷ്. എ ഹ്യൂമൻ ആക്ഷൻസ്, ബി സോഷ്യൽ നോംസ്, സി കൾച്ചറൽ പ്രാക്ടീസസ്, ഡി ഇക്കണോമിക് സിസ്റ്റംസ്. ഏതാണ് ആറാമത്തതിന് ഉത്തരമായിട്ട് വരേണ്ടത്? ഹ്യൂമൻ ആക്ഷൻ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ബ്ലൂ പ്രിൻറ്റ്സ് ഓഫ് ഹ്യൂമൻ ആക്ഷൻ കേട്ടോ. ഇനി അടുത്തത് ഏഴാമത്തെ ചോദ്യം, ദ ബേസിക് യൂണിറ്റ്സ് വെയർ ഹ്യൂമൻ ബീയിങ്സ് ലീഡ് ദെയർ ലൈഫ് ആൻഡ് എൻ്റർ ഇൻ ടു മീനിങ്ഫുൾ ഇൻ്ററാക്ഷൻസ് ആർ ഡാഷ്. എ സോഷ്യൽ ഗ്രൂപ്പ്സ്, ബി സോഷ്യൽ നോംസ്, സി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഡി കമ്മ്യൂണിറ്റീസ്. എന്താണ് ഏഴാമത്തേൻ്റെ ഉത്തരമായിട്ട് വരുന്നത്? എ സോഷ്യൽ ഗ്രൂപ്പ്സ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ബേസിക് യൂണിറ്റ്സ് വെയർ ഹ്യൂമൻ ബീയിങ്സ് ലീഡ് ദെയർ ലൈഫ് ആൻഡ് എൻ്റർ ഇൻ ടു മീനിങ്ഫുൾ ഇൻ്ററാക്ഷൻസ് ആർ സോഷ്യൽ ഗ്രൂപ്പ്സ്. അടുത്ത എട്ടാമത്തത്, ദ പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ ഈസ് എ ഡാഷ്. എ വൺ ടൈം ഇവൻറ്റ്, ബി ലൈഫ് ലോങ് പ്രോസസ്, സി ഷോർട്ട് ടൈം എക്സ്പീരിയൻസ്, ഡി കളക്റ്റീവ് ആക്ടിവിറ്റി. എട്ടാമത്തതിൻ്റെ ആൻസർ എന്താണ് വരുന്നത്? ലൈഫ് ലോങ് പ്രോസസ്സാണ് അല്ലേ? പ്രോസസ് ഓഫ് സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് ഒരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. പത്താമത്തെ ചോദ്യത്തിലേക്ക് പോകാം. സോഷ്യോളജി ഈസ് പ്രിൻസിപ്പലി കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് ഡാഷ് സൊസൈറ്റീസ്. എ ഏൻഷ്യൻറ്റ്, ബി മെഡിവൽ, സി കണ്ടംപററി, ഡി പ്രിമിറ്റീവ്. ഇപ്പോൾ സോഷ്യോളജി എന്ന് പറയുന്നത് പ്രിൻസിപ്പലി കൺസേൺഡ് വിത്ത് ദ സ്റ്റഡി ഓഫ് കണ്ടംപററി ആണ് അവിടെ വരേണ്ടത്, സ്റ്റഡി ഓഫ് കണ്ടംപററി സൊസൈറ്റീസ്. അടുത്തത് 11ാമത്തെ ചോദ്യം, എ സിറ്റുവേഷൻ ഓഫ് നോട്ട് മീറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഓൺ ബോത്ത് മീൽസ് ഡ്യൂ ടു വെരി ലോ ഇൻകം ഡാഷ്. 11ാമത്തെ ചോദ്യം. ഓപ്ഷൻസ് എ ഹ്യൂമൻ പോവർട്ടി, ബി പോവർട്ടി, സി കറപ്ഷൻ, ഡി ഡിനയൽ. എന്താണ് ആൻസർ വരേണ്ടത്? പോവർട്ടി ആണ് ആൻസർ വരേണ്ടത്. 12, ഹിന്ദുയിസം കംപ്രൈസ് വാസ്റ്റ് ബോഡി ഓഫ് സേക്രഡ് ലിറ്ററേച്ചർ സച്ച് ആസ് ഡാഷ്. എ വേദാസ്, ബി ഉപനിഷത്സ്, സി പുരാണാസ്, ഡി ഓൾ ഓഫ് ദി എബോവ്. ഹിന്ദുയിസം എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് ആൻസർ കൊടുക്കാൻ പറ്റും? ഓൾ ഓഫ് ദീസ് കൊടുക്കാം. വേദാസ്, ഉപനിഷത്ത്, പുരാണ എല്ലാം വരുന്നത് കൊണ്ട് ഇതെല്ലാം വരും കേട്ടോ. അതുകൊണ്ട് ഓൾ ഓഫ് ദി എബോവ് കൊടുക്കാം. അടുത്തത് 13ാമത്തെ ചോദ്യം, ഫാമിലി ഈസ് ബേസിക്കലി എ ഡാഷ് ഗ്രൂപ്പിംഗ്. A. Unilateral. B. Matriarchal. C. Patriarchal. D. Bilateral.
അവിടെ ആപ്റ്റായിട്ടുള്ളൊരു ഉത്തരം അത് ബയലാറ്ററൽ ആണ് എന്നുള്ളതാണ്. ബേസിക്കലി അത് ബയലാറ്ററൽ ആണ്. ഓക്കെ, പിന്നെ അതിൻ്റെ പിരിവുകളാണല്ലോ അത് പെട്രിയാർക്കലാണോ മെട്രിയാർക്കലാണോ എന്നുള്ളത്. ഇനി 14, ചൂസ് ദി അപ്രോപ്രിയേറ്റ് കമ്മ്യൂണിറ്റി ആട്രിബ്യൂട്ട്സ് ഫ്രം ദി ലിസ്റ്റ് ബിലോ. എ സ്റ്റാറ്റിക്, ബി കോൺക്രീറ്റ്, സി ഡൈനാമിക്, ഡി അബ്സ്ട്രാക്റ്റ്. ബി കോൺക്രീറ്റ് ആണ് വരുന്നത്. നമ്മൾ പുസ്തകത്തിൽ വായിക്കുമ്പോഴും കാണുന്നതാണ് ആ ഒരു സെൻറ്റൻസ് ഒക്കെ അല്ലേ. ഇനി അടുത്തത് 15, ദ മോഡൽ ഓഫ് കാസ്റ്റ് വിത്ത് 4 വർണ്ണ ഈസ് നോൺ ആസ് ദി ഡാഷ് സിസ്റ്റം. എ കുല, ബി ഗോത്ര, സി ചാതുർവർണ്ണ, ഡി ജജ്മാനി. മോഡൽ ഓഫ് കാസ്റ്റ് വിത്ത് 4 വർണ്ണാസ്, അത് ചാതുർവർണ്ണ്യം എന്ന് മലയാളത്തിൽ പറയും, ചാതുർവർണ്ണ. 16, സ്ലേവറി വാസ് ബാൻഡ് ഇൻ ദി ഇയർ. എ 1843, ബി 1842, സി 1947, ഡി 1860. എ 1843 ആണ് ആൻസറായിട്ട് വരേണ്ടത്. കാരണം സ്ലേവറി ബാൻ ചെയ്തത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ 1843-ലാണ്. ബ്രിട്ടീഷ് എംപയറിൽ മൊത്തമായിട്ട് അത് 1833 ഒരു സ്ലേവറി അബോളിഷൻ ആക്ട് വന്നെങ്കിലും ബ്രിട്ടീഷ് ഇന്ത്യയിൽ അത് വന്നത് 1843-ലായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു ആൻസറാണ് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നത്. 17, the dash of Cochin have firmly maintained their religious identity for at least a millennium. A Buddhist, B Parsis, C Armenians, D Jews. D Jews, ജൂതന്മാരാണ് കേട്ടോ. അടുത്തത് 18ാമത്തെ ചോദ്യം, ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് ആണ്. അതിൽ 1, 2 എന്ന് കൊടുത്തിട്ടുണ്ട് സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട്. 1, സെഹേരിയ, ഭിൽ, ഗിരിസിയ ആർ ട്രൈബ്സ് ഫൗണ്ട് ഇൻ ദി ഡാഷ് റീജിയൻ ഓഫ് ഇന്ത്യ. സദേൺ, സെൻട്രൽ, വെസ്റ്റേൺ എന്ന് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, നമ്മൾ എടുത്ത് എഴുതിയാൽ മതി. അടുത്ത 2ാമത്തെ ചോദ്യം എങ്ങനെയാണ്, റൂറൽ സൊസൈറ്റീസ് ആർ മോർ ഡാഷ് ആൻഡ് ട്രഡീഷൻ ഓറിയൻറ്റഡ് ടുവാർഡ്സ് ദി പെർഫോമൻസ് ഓഫ് റിച്വൽസ് ആസ് വെൽ ആസ് ബിലീഫ്സ് ഇൻ ഡൈറ്റീസ്. അപ്പോൾ ഇവിടെ രണ്ടും ആൻസർ എന്ത് വരും? അതിനും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയലിസ്റ്റിക്, കൺസർവേറ്റീവ്, സെക്യുലർ, അതിൽ നിന്ന് എടുത്ത് എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്? ഒന്നാമത്തത് സെഹേരിയ, ഭിൽസ്, ഗിരിസിയ ഒക്കെ സെൻട്രലാണ് വരുന്നത്. അടുത്ത റൂറൽ സൊസൈറ്റീസ് ആർ മോർ കൺസർവേറ്റീവ് എന്ന് ഉത്തരം കൊടുക്കണം. ഇനി 19ാമത്തെ ചോദ്യം, ക്ലാസ്ലെസ്നെസ് ആൻഡ് ദ ഡിസപ്പിയറൻസ് ഓഫ് സ്റ്റേറ്റ് ആർ ദി 2 പ്രൊമിനൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ ഡാഷ് സ്റ്റേറ്റ്. അതുപോലെ തന്നെ ദ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വിച്ച് സ്റ്റാർട്ടഡ് ഇൻ ദി ലേറ്റ് 17th century സ്റ്റാർട്ടഡ് ഇൻ ഡാഷ് എന്ന് 2ാമത്തെ ചോദ്യം കൂടെ കൊടുത്തിട്ടുണ്ട്. 19ാമത്തെ ചോദ്യത്തിന് ഉത്തരം ക്ലാസ്ലെസ് സ്റ്റേറ്റ് എന്ന് വേണം കേട്ടോ. ക്ലാസ്ലെസ് സ്റ്റേറ്റ്, അതായത് ഒരു സ്റ്റേറ്റ് കൂട്ടിയിട്ടുള്ളൊരു വേർഡ് എഴുതേണ്ടി വരുമ്പോൾ നമുക്ക് ക്ലാസ്ലെസ് സ്റ്റേറ്റ് എന്ന് തന്നെയാണ് കറക്റ്റ് എഴുതി കൊടുക്കേണ്ടത്. അടുത്തത് അതിൻ്റെ 2ാമത്തത് നോക്കുമ്പോൾ 17th century സ്റ്റാർട്ട് ചെയ്തത് ഗ്രേറ്റ് ബ്രിട്ടനിലാണ്, അതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ MCQ അതുപോലെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആ ഒരു ഏരിയയിലൊക്കെയുള്ള ആ ഒരു സെക്ഷൻ എയിലുള്ള ചോദ്യോത്തരങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് എത്ര മാർക്ക് കിട്ടിയെന്നൊക്കെ ഒന്ന് നോക്കുക. ഓക്കെ, താങ്ക് യു.